ഇതിപ്പോൾ നേരത്തെ സേനാപതി പറഞ്ഞത് കൂടി ചേർത്ത് 2017 അന്നത്തെ LDF സർക്കാർ നവംബർ മാസത്തിൽ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ നവംബർ മാസത്തിൽ പ്രയാറിൻ്റെയും ഒക്കെ ആ ഭരണസമിതിയെ പിരിച്ചുവിടുകയാണ്. ആ 2017 6-ാം മാസത്തിൽ ആണ് ഈ പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നത്. ഭക്തരിൽ നിന്ന് വ്യാപകമായി സ്വർണം പിരിച്ചത്, അതുപോലെ തന്നെ പണം പിരിച്ചത്, എന്നിട്ടൊരു സ്പോൺസറെ കൊണ്ട് കൊടിമരത്തിൽ സ്വർണം പൂശിച്ചത്. ഇതിൻ്റെ കണക്കുകൾ ഒട്ടും വ്യക്തമല്ല, കണക്കുകളില്ല, രസീതുകൾ കൊടുത്തിട്ടില്ല, സ്വർണം കാണാനില്ല എന്ന അവസ്ഥയുണ്ടായത്. ശ്രീ അനിൽകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തെ 2019 വിഷയത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കിയത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷവുമാണ്, വിശേഷിച്ച് കോൺഗ്രസ് ആണ്. ഇന്നിപ്പോൾ SIT അന്വേഷിച്ച് വളരെ ശരിയായി ശാസ്ത്രീയമായി ഹൈക്കോടതിക്ക് പൂർണ്ണ തൃപ്തിയോടെ ആ അന്വേഷണം അങ്ങനെ 2019 നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്, പിന്നോട്ടും പോയിട്ടുണ്ട്. 2014 എത്തി നിൽക്കുന്നു. 2004 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയുമായുള്ള ബന്ധമെല്ലാം ഈ SITയുടെ അന്വേഷണത്തിൻ്റെ നിരീക്ഷണ വലയത്തിനുള്ളിലാണ്. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വം നേരിടുകയാണോ? ഇപ്പോൾ അപ്പുറത്ത് പത്മകുമാറും വാസുവും ആ ഭരണ ചുമതലയുടെ പേരിൽ കുറ്റക്കാരായി അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലരും സംശയത്തിൻ്റെ നിഴലിലാണോ? ഇവർ പറയുന്നത് പലതും പരസ്പര വിരുദ്ധമായി മാറുകയാണോ? കോൺഗ്രസ് നേതൃത്വം അപ്പാടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ബന്ധത്തിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു ദൃഢബന്ധം, സാമ്പത്തിക ഇടപാടുകൾ ആളുകൾക്ക് കുറെ കൂടി വെളിപ്പെടും വിധത്തിലേക്ക് ഒരു യാഥാർത്ഥ്യമായി കൂടുതൽ ശക്തമായി മാറിക്കഴിഞ്ഞോ? എന്താണ് കാണുന്നത്? ഇവിടെ UDFിൻ്റെ ഭരണകാലത്ത് തന്ത്രിയുടെ പിന്തുണയോടുകൂടി ശബരിമലയുടെ ഒരു പ്രതിനിധിയായി പ്രവർത്തിച്ച ഈ പോറ്റിയെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുന്നതിൽ LDFിൻ്റെ 2019 ഭരണസമിതി വിജയിച്ചില്ല. അതിൻ്റെ വീഴ്ച അവർക്കുണ്ടായി. പക്ഷേ 2024 ഭരണസമിതിക്ക് ആ തെറ്റ് പറ്റിയില്ല. കാരണം അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഈ സ്പോൺസർ പോറ്റി ചിലപ്പോൾ അയ്യപ്പ സംഗമം തന്നെ സ്പോൺസർ ചെയ്തിരുന്നെങ്കിലോ, ഈ പോറ്റിയെ കൊണ്ടാണ് അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ? അപ്പോൾ അയ്യപ്പ സംഗമം നടന്നപ്പോൾ ഇത്തരം പോറ്റിമാരെ അവിടുന്ന് പുറത്താക്കാൻ കഴിഞ്ഞു. എന്നിട്ട് അയ്യപ്പ സംഗമത്തിൻ്റെ തീം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ശബരിമലയ്ക്ക് ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് ചെയ്യുക, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുക, ഇന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ വികസന പ്രൊജക്റ്റുകൾ, നിങ്ങളതിന് സഹകരിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരടക്കം നേരിട്ട് ശബരിമലയുമായി ഒരു വാതിലുണ്ടാക്കുക. ഇടനിലക്കാർ വേണ്ട, പോറ്റുമാർ വരണ്ട. ഇതാണ് ശബരിമലയുടെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ തീം. ആ തീം അട്ടിമറിക്കാൻ വേണ്ടി ഒരു സംഗമം നടത്തി കോൺഗ്രസ്, വേറൊരു സംഗമം നടത്തി BJP സംഗമം നടത്തിയെടുത്ത് പന്തളത്ത് BJP തോറ്റുപോയി. കോൺഗ്രസ് സംഗമം നടത്തി. എന്നിട്ട് എന്താ VD സതീശൻ പറഞ്ഞത്? സതീശൻ്റെ പ്രസംഗം കേട്ടാ? കടുവയുടെ പുറത്ത് വരുന്ന അയ്യപ്പൻ, അതാണ് സതീശന് ശബരിമലയെക്കുറിച്ചുള്ള അറിവ്. ഒത്തിരി പുസ്തകം വായിക്കുന്ന VD സതീശൻ്റെ പ്രസംഗമാണ്. പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കടുവയുടെ പുറത്ത് വരുന്ന അയ്യപ്പനാണ് സതീശൻ്റെ അയ്യപ്പൻ. അപ്പോൾ എങ്ങനെയാണ് സതീശൻ്റെ പുസ്തകം വായനയുടെ ഗുണം? യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ശബരിമല കുട്ടിക്കളിയാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിന് അങ്ങനല്ല. ഇവിടെ ഏറ്റവും അപകടകരമായ കാര്യം എന്താണ്? ഈ പോറ്റിയുടെ ചുറ്റിക്കളി ശബരിമലയിൽ മാത്രം നിന്നില്ല. ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഈ തസ്കര സംഘത്തെയും കൂടെ കൂട്ടി ശബരിമലയിൽ നിന്ന് വന്നവർ, അങ്ങനെയുണ്ടോ? ശബരിമലയിൽ നിന്ന് വന്നവർ ഈ തന്ത്രിയുടെക്ക് മേലെയുള്ള ഒരു തന്ത്രിയാക്കിയാണ് ഈ പോറ്റിയെ സോണിയാഗാന്ധിയുടെ മുന്നിൽ കൊണ്ട് അവതരിപ്പിച്ചത്. ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് സോണിയാഗാന്ധിയുടെ രോഗം ഭേദമാക്കാനുള്ള കാര്യങ്ങളെല്ലാം പോറ്റി അവിടെ പോയി ചെയ്തു എന്നുള്ളതാണ്. ഈ പോറ്റിയെ കൊണ്ടാണ് രോഗം ഭേദമാക്കുന്നത് കോൺഗ്രസ്. ഒരു കോൺഗ്രസ് നേതാവ് ചർച്ചയിൽ പറയുന്നത് കേട്ടതാണ്. എന്താണ് സോണിയാഗാന്ധിയുമായിട്ട് ഇവർക്കുള്ള ബന്ധം? അത് കോൺഗ്രസിൻ്റെ കർണാടക നേതാക്കൾ വഴിയാണ് ബന്ധമെന്ന് ആൻ്റണി പറയുന്നു. ഞങ്ങളിലൊന്നുമല്ല പിടി, കേന്ദ്രത്തിൽ തന്നെയാണ് പോറ്റിക്ക് പിടി എന്നല്ലേ ഇവരുടെ വാദം. ഈ കോൺഗ്രസ്സിന് എവിടെ പോയി രക്ഷപ്പെടാൻ പറ്റും? അവിടെയാണ് പറയുന്നത് 2019 വീഴ്ച പറ്റിയ ഇടതുപക്ഷത്തിൻ്റെ ബോർഡിലെ ഒരാൾ പോലും ഒരു കളങ്കവും വ്യക്തിപരമായി അതിൻ്റെ പങ്ക് പറ്റിയിട്ടില്ല. അവരാരും സ്വർണത്തിൻ്റെ കണക്ക് പറയാൻ പോയിട്ടില്ല. കാരണം എന്താണ്? അവർക്കതിൽ ബന്ധമില്ല. അത് കൊണ്ടുപോയതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളായിട്ട് ഉത്തരവിലുള്ളൂ. പക്ഷേ ക്രിമിനൽ കേസിൽ അവർ ജയിലിൽ കിടക്കുകയാണ്. വീഴ്ചയല്ലേ? നിയമം അതിൻ്റെ തീരുമാനം ഉണ്ടാക്കട്ടെ. ഞങ്ങളതിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. വീഴ്ച ഭരണപരമായ വീഴ്ചയാണ്. ആ ഭരണപരമായ വീഴ്ചയ്ക്ക് ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയുന്നതല്ല. ഹൈക്കോടതി ദേവസ്വത്തിൻ്റെ ഓഡിറ്റ് അധികാരമുള്ള ഒരു അധികാര സ്ഥാപനമാണ്. 2019 നടന്ന കാര്യം ഇപ്പോഴാണോ ഹൈക്കോടതി അറിയണത്? 6 കൊല്ലം വേണോ ഹൈക്കോടതിക്ക് ഇത് മനസ്സിലാക്കാൻ? ഹൈക്കോടതി വെച്ച ഉദ്യോഗസ്ഥന്മാരവിടെ ഇല്ലേ? അവരെന്താ റിപ്പോർട്ട് ചെയ്യാഞ്ഞത്? അപ്പോൾ വീഴ്ച ഹൈക്കോടതിക്കും പറ്റി, ദേവസ്വം ബോർഡിനും പറ്റി.
അതിൽ ഹൈക്കോടതി പറയുന്നു ദേവസ്വം ബോർഡുകാർ ജയിലിൽ കിടക്കട്ടെ, അവർ ജയിലിൽ കിടന്നോട്ടെ, നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾ തർക്കിക്കുന്നില്ല, നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹൈക്കോടതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഒഴിച്ചുവിടാൻ പറ്റുമോ? ശരി, ഞാൻ ഈ കാര്യം ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ പുതിയ കാര്യമല്ല. ഓക്കെ, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീഴ്ച പറ്റിയതിൽ ഹൈക്കോടതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, 2019 ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരോ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളോ ഇടതുപക്ഷ പ്രവർത്തകരോ സ്വർണം കട്ടവരല്ല. പക്ഷെ പണം വാങ്ങുകയും അപകരണം നടത്തുകയും ചെയ്തവരുണ്ട്. സുരേഷ് ഗോപി സ്വർണം കൊണ്ട് സമർപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ ദൃശ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അജയ് തറയിൽ പറയുന്നത് ഒരു തരി സ്വർണം പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എന്നിട്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് പറയുക സുരേഷ് ഗോപിയുടെ ഇത്ര ഗ്രാം, ആരാ അളന്നെടുത്തത്, റെസീറ്റ് ഉണ്ടോ? ശരി, ഇഷ്ടം പോലെ വാങ്ങിച്ചെടുത്തെന്നേ, ലോകം മുഴുവൻ നടന്ന് പിരിച്ചെന്നേ, സിംഗപ്പൂരിൽ നിന്ന് പിരിച്ചില്ലേ? കുറേ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കുറേ കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന്. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ശരി, ഈ കൊടിമരത്തിൻ്റെ പേരിലുള്ള കൊള്ള എന്താണ് UDF ഭരണസമിതി അവിടെ ചെയ്തത്? അത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശബരിമല പറഞ്ഞതിന് വഴിയിൽ ഇറങ്ങാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ശബരിമലയിൽ നിന്നും വഴിയിൽ ഇറങ്ങിയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ മേലെ ചോദ്യങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോണിയാഗാന്ധിയെ എന്തിനു പോയി കണ്ടു, സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്താണ്, ഒരു വിശദീകരണവും നാട്ടിലുണ്ടായിട്ടില്ല. ഇപ്പോൾ കൊടിമരം എന്തിനു മാറ്റി, ഒരു ഉത്തരവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. കോൺഗ്രസ്സുകാർ ഉത്തരം പറയില്ല. അതിന് കാരണം മാധ്യമങ്ങളുടെ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ പ്രിവിലേജിലാണ് കോൺഗ്രസ്സുകാർ ഈ എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ശരത്തെ അവസാനിപ്പിക്കാം. കോൺഗ്രസ്സുകാർ വിചാരിച്ചെന്താണ്, വികസന കാര്യങ്ങളിൽ വിസ്മയം സൃഷ്ടിക്കുകയാണ് കേരളത്തിലെ LDF സർക്കാർ. ഉമ്മൻചാണ്ടി കല്ലിട്ട് പോയ ഒരു സ്ഥലമാണ് ക്യാൻസർ സെൻറ്റർ കൊച്ചി 2015. അതുയർത്തി കിബിയാണ്. കിബിയെ തള്ളിപ്പറഞ്ഞൊരു മാപ്പ് പറയുമോ? കിബി ഇല്ലായിരുന്ന ദേശീയപാതയുണ്ടോ? കിബി ഇല്ലായിരുന്ന ഡിജിറ്റൽ സയൻസ് പാർക്കുണ്ടോ? ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു ഡിജിറ്റൽ സർവകലാശാലയുണ്ടോ? ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചില സാഹിത്യ നായകന്മാർ അവരേത് ലോകത്താണ്? ഒരു പൂർണ്ണ ജനാധിപത്യ സമൂഹം വന്നു കഴിഞ്ഞാൽ ആ ജനാധിപത്യ സമൂഹത്തിലെ പൂർണ്ണ ജനാധിപത്യ അനുഭവിക്കുന്ന മനുഷ്യർക്കുണ്ടാകാൻ കഴിയുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്ന ഏത് ലോകത്താണ്? ഇന്ത്യ മുഴുവൻ വർഗീയത കൊണ്ട് തീക്കൊള്ളി കൊണ്ട് നമ്മുടെ സമൂഹത്തെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിരോധ ദുർഗമായ കേരളത്തെയാണ്. ഈ പ്രതിരോധ ദുർഗം വേണ്ട, വർഗീയതയുടെ മറുഭാഗം വരട്ടെ, UDF വരട്ടെ എന്ന് പറഞ്ഞാൽ BJPക്കെതിരായ വർഗീയതയുടെ മറുഭാഗം വരട്ടെ എന്നാണ്. മതനിരപേക്ഷവാദികൾ വരട്ടെ എന്നല്ല. ആ മതനിരപേക്ഷവാദികളല്ല, മറുഭാഗത്ത് വർഗീയതയാണ് എന്ന് മനസ്സിലാകാത്ത ഏത് സാഹിത്യകാരനാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇവർക്ക് ബുദ്ധിജീവികളെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിയാണ്? ഈ ബുദ്ധിയല്ലേ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ബുദ്ധിജീവിയെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല പറയുന്നത്. അവർ ചിന്തിക്കേണ്ട കാര്യം അപായകരമായ സാഹചര്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുകയാണ് ഇടതുപക്ഷം. ആ തിരിച്ചറിവ് ഉണ്ടാകണം. അത് മറച്ചു വെക്കാൻ ശബരിമല ഉപയോഗിച്ച് കുറേ ദുരുപയോഗിച്ചു. ഇത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഇടതുപക്ഷം.